ഞാനും ഒരാഴ്ചയായി വന്നിട്ട്. ഒരാഴ്ചയായി വന്നിട്ടല്ലേ? ഇതെല്ലാം സുഖം തന്നെയാ? കുഴപ്പമില്ലപ്പാ. വന്നേരെ പിന്നെ നമ്മളെ റൂമിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടി കുറേ മുട്ടായി സാധനങ്ങളിലൊന്നും തന്നു. കുഞ്ഞുമക്കളേലും ഒരാൾ ഒരുപാട് പ്രതീക്ഷ ആയിക്കോല്ലോ. അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു തരുമ്പോൾ പിന്നെ അവർക്ക് പറ്റൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിലുള്ള ആടിയിലെല്ലാം കൊണ്ടു കൊടുക്കലായിട്ട് ഒരാഴ്ചയോളം അങ്ങനെ പോയി. അതായത് ഇങ്ങോട്ടെല്ലാം വരാൻ സമയം കിട്ടാണ്ടായി. എന്തുണ്ട് ഇപ്പം ഗൾഫിലെ അവസ്ഥയല്ലോ? കുഴപ്പമില്ലപ്പാ, ഇങ്ങനെ പോന്നാന്ന്. പണ്ടത്തെ പല പ്രശ്നങ്ങളൊന്നും ഇല്ല നാട്ടിലിപ്പോൾ. പിന്നെ നാട്ടിലെ അവസ്ഥയിലൊന്നും എല്ലാവരും കാണാനുണ്ട്. കാവിലിപ്പോൾ ഇടക്ക് വരുത്തുന്നുണ്ട്. പഴയ ആൾക്കാരെ ഇപ്പോൾ ഇല്ല, കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മളെല്ലാം ഗൾഫിൽ എത്തിയരാന്ന് ആ മരുഭൂമിയിൽ ആട് മേയ്ക്കേണ്ട വിസ നമുക്കെല്ലാം കിട്ടിയിരുന്നു. നമ്മൾ ഒരുപാട് അവിടെ കഷ്ടപ്പെട്ടു. അറബിയൻ്റെ ആ തലക്ക് കിട്ടുന്ന കറുപ്പ് സാധനത്തിനെ കൊണ്ട് എത്രയോ അടി കിട്ടിയിട്ടുണ്ട്. ആ ഉണങ്ങിയ കുപ്പൂസിനൊന്ന് കുടിക്കാൻ വെള്ളവുമില്ല, അങ്ങനെ നരയിച്ചിട്ടുണ്ട് ആ നാട്ടിൽ പോയി. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇന്നെല്ലാം അതിനെല്ലാം ഒരുപാട് മാറ്റം വന്നിട്ടാവും അല്ലേ? ഇല്ലപ്പാ, ഇപ്പം പിന്നെ അതിനുള്ള ഈ വിസ എടുക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. അധികം പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്തായാലും ഒരു വിസ നമ്മളിപ്പം നമ്മൾ ഇവിടുന്ന് തലശ്ശേരിയോ കോഴിക്കോടോ പോകുന്നതല്ല ഇത്. ഇത് നമ്മൾ ഗൾഫിലെത്തിക്കഴിഞ്ഞാൽ അവിടെ അറബീൻ്റെ കയ്യിലാണ് നമ്മളെ വിസയും രേഖയിലും ഉണ്ടാവുക, പാസ്പോർട്ട് സാധനം. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ അവരെ കീഴിൽ തന്നെ ആയി, അവരെ അടിമയായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യമുള്ള ആൾക്കാർ ചിലപ്പോൾ നല്ല സ്ഥലത്തെത്തി നല്ല നിലയിലായിട്ട് വരും. പക്ഷെ എന്ത് തന്നെ ആയാലും നമ്മൾ പോകുന്ന ആൾ വിസേൻ്റെ കാര്യങ്ങളും നല്ല സ്ഥലത്താണോ, നല്ല പണിയാണോ, നല്ല കൃത്യമായിട്ടുള്ളത് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുകയാണല്ലോ. അല്ലാതെ ഇനി ആയിരിക്കും ഇതുപോലത്തെ അവസ്ഥകൾ പറ്റാതിരിക്കട്ടെ. ഇപ്പം പറയണ്ടല്ലേ, എല്ലാവരും ശ്രദ്ധിക്കുക. ഗൾഫിലേക്ക് പോകുന്ന വോട്ടറെല്ലാം എല്ലാം ആലോചിച്ച് പിടിച്ചിട്ട് പോയാൽ മതി. നാട്ടിൽ നിന്ന് ആളെ പോയിട്ട് കഷ്ടപ്പെടാതിരിക്കും. നമ്മളൊന്നും ആ മരുഭൂമിയിൽ അനുഭവിച്ചത് ഇനിയൊരു കുട്ടികൾക്കും ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. മൊബൈൽ വഴി ആൾക്കാരെ എന്താ പറയണ്ടേ, എല്ലാ ബാങ്ക് രേഖകളിലും ഇതാക്കിയിട്ട് പൈസകൾ തട്ടിപ്പാക്കൽ. എന്താ ചെയ്യുക? നാട്ടിലിപ്പം വന്നിട്ട് നോക്കുമ്പോൾ നമ്മളറിയുന്നവർ നമ്മൾ ചങ്ങായിൻ്റെയാണ്. ചങ്ങായിൻ്റെ കുറച്ച് പൈസ ഇതേപോലെ അടിച്ചു പോയി. ഇപ്പോൾ ഇതാ ഞാൻ ഇന്നലെ ഇപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ അവരെ അറിയുന്ന ഒരു കുടുംബത്തിലെ 3 കോടി രൂപ. എന്താ അവസ്ഥ നാട്ടിൽ? അതേടെ അങ്ങനെ നാട്ടിൽ ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. ശരി, ചെയ്യട്ടെ. ഇതിനെല്ലാം ആയിക്കഴിഞ്ഞാൽ എന്തെന്നാ ചെയ്യുക? എല്ലാവരും അവിടെ ഒരു കാര്യങ്ങൾ നല്ല ശ്രദ്ധിക്കുക. പെണ്ണുങ്ങളോടെല്ലാം പറഞ്ഞേ, കാരണം ഇതേപോലെ പല വീഡിയോ കോളുകൾ, ഇതേപോലെ പല കോളുകൾ നമുക്കറിയാത്ത, നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ കോളുകൾ മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ. വീഡിയോ കോളൊന്നും ആരും എങ്ങനെ വന്ന കോളുകളും അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ പല മെസ്സേജുകൾ അനാവശ്യമായിട്ട് ഒന്നും തുറന്നു നോക്കും വേണ്ട പറഞ്ഞു. അതേ ഇപ്പം നമുക്കെല്ലാം ഇപ്പം ചെയ്യാൻ പറ്റും. ഇപ്പം നാട്ടിൻ്റെ അവസ്ഥയെല്ലാം ഇപ്പം ഇങ്ങനെയാണ് കാണുന്നത്. ഒരാൾ ശ്രദ്ധിച്ചോളൂ, അത്രയേ ഉള്ളൂ. നമ്മളിത് പറഞ്ഞ് ചെയ്യിക്കേണ്ട കാര്യങ്ങളല്ല, ഒരാൾ ശ്രദ്ധിച്ചോളൂ. നമുക്ക് പറഞ്ഞാൽ എത്ര ആളോളം നമ്മൾ പറഞ്ഞു കൊടുക്കും? 1 2 3 നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് എത്ര ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവരവരുടെ കാര്യങ്ങൾ അവരവരെ ശ്രദ്ധിച്ചോളൂ. അത്രയേ ഉള്ളപ്പോൾ പറയും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മളാ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് എല്ലാവരോടും നമുക്ക് അറിയാൻ പറ്റുന്ന ആൾക്കാരോടും നമുക്ക് പറയാം, അങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ നേരെ പോയിക്കോട്ടെ എന്നാൽ. ശരി, നമുക്ക്
അടുത്ത അടുത്ത വരവില് കാണാം. അടുത്ത വരവിൽ കാണാൻ. ഇൻഷാ അല്ലാ. എല്ലാം പറഞ്ഞ മാതിരി എല്ലാം പോയിട്ട് പോവാം. വേണ്ടപ്പാ, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഏതായാലും നമ്മളെ വന്ന് കണ്ടല്ലോ, അത് മാത്രം മതി. അന്നേരം കുഴപ്പമില്ല. ഇതല്ല, ഒന്നും നമ്മൾ വന്നിട്ട് വന്ന് കണ്ടല്ലോ, നമുക്ക് അത്രേ പോകുന്നു. ചായ പിടിക്കേണ്ട പൈസ അവിടെ പോയി. ആ ശരി, ഒരു സന്തോഷമില്ല. ആ ശരി. അത്യാവശ്യം പിന്നെ അധികം സാധനം ഒന്നും കൊണ്ടു പെട്ടെന്ന് വന്നത് കൊണ്ട്. എന്നാലും ശരിയാന്നല്ലേ? ശരി, നമുക്ക് അങ്ങോട്ടേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞല്ലേ. വാ, നമുക്ക് ചായ കുടിച്ചാൽ പോവാം.